निर्विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुखमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। श्रीमद् भागवतम चतुर्थ स्कंदम അധ്യായം 19 പൃഥ്വിരാജാവിന്റെ 100 അശ്വമേധയാഗങ്ങൾ. ശ്ലോകം 36 മുതൽ 40 വരെ വായിക്കാം. ഏഭിരിന്ദ്രോപസംസൃഷ്ടൈ പാഖണ്ഡൈഹാരിഭിർജനം പ്രിയമാണം വിചക്ഷൈനം യസ്തേ യജ്ഞാതൃകശ്ചമുട്ട്. ഭവാൻ പരിത്രാതുമിഹാവതീർണോ ധർമ്മം ജനാനാം സമയാനുരൂപം വേനാപചാരാത് അവലുപ്തമദ്യ തദ്ദേഹതോ വിഷ്ണുകലാസി വൈന്യ സത്വം വിമൃശ്യാസ്യ ഭവം പ്രജാപതേ സങ്കൽപ്പനം വിശ്വസൃജാം വിപീബ്രഹി ഐന്ദ്രീം ച മായാം ഉപധർമ്മമാതരം പ്രചണ്ഡ പാഖണ്ഡപദം പ്രഭോജഹി. മൈത്രേയ ഉവാച ഇത്തം സ ലോകഗുരുണാ സമാധിഷ്ഠോ വിശാംപതിഃ തഥാ ച കൃത്വാ വാത്സല്യം മഖോ നാപി ച സന്തതേ. കൃതാവഭൃതസ്നാനായ പൃഥവേ ഭൂരി കർമ്മണി വരാൻ ദദുസ്തേ വരദാ യേതദ്ബർഹിഷി തർപ്പിതാഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഗിരിജ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 19 പൃഥ്വിരാജാവിന്റെ 100 അശ്വമേധ യാഗങ്ങൾ. ശ്ലോകം 36. ഏഭിരിന്ദ്രോപസംസൃഷ്ടേ പാഖണ്ഡേ ഹരിവീർച്ചനം പ്രിയമാണം വിചക്ഷൈനം യഥേയചതുർഗശ്വമൂട്. വിവർത്തനം. സ്വർഗത്തിന്റെ രാജാവ് ഇന്ദ്രൻ യാഗത്തിനിടയിൽ ആകാശത്തെ അപഹരിച്ചു കൊണ്ടുപോയി. സൃഷ്ടിച്ച കുഴപ്പം മാത്രം നോക്കൂ. അവൻ തുടങ്ങിവെച്ച ആകർഷകമായ ഇത്തരം കർമ്മങ്ങൾ ഭാവിയിൽ ജനങ്ങൾ പൊതുവെ പിന്തുടരും. ശ്ലോകം 37. ഭവാൻ പരിത്രാതുമിവാവതീർണോ ധർമ്മം ജനാനാം സമയാനുരൂപം വേനാപചാരാദവലുപ്തമദ്യ തദ്ദേഹതോ വിഷകലാസി വൈന്യ. വിവർത്തനം. അല്ലയോ പൃഥുരാജാവേ, വേനന്റെ പുത്ര, നീ വിഷ്ണു ഭഗവാൻ സമഗ്ര വിസ്തരണത്തിന്റെ ഭാഗവും ഘടകവുമാവുന്നു. വേനൻ രാജാവിന്റെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ധാർമ്മിക തത്വങ്ങൾ പാടെ നശിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ നീ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായി ഇറങ്ങി വന്നു. തീർച്ചയായും ധാർമ്മിക തത്വങ്ങളുടെ സംരക്ഷണത്തിനാണ് നീ വേനൻ രാജാവിന്റെ ശരീരത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടത്. ശ്ലോകം 38. സത്വം വിശിഷ്യാസ്വഭവം പ്രജാപതി സങ്കൽപ്പനം വിശ്വസൃജാം ബൃഹി.
ഐന്ദ്രീച്ചമായാമുപധർമ്മമാതരം പ്രചണ്ഡ പാഖണ്ഡ പദം പ്രബോധി. വിവർത്തനം. അല്ലയോ ജനസംരക്ഷക, വിഷ്ണു ഭഗവാനാലുള്ള അങ്ങയുടെ അവതാരത്തിന്റെ ലക്ഷ്യം ദയവായി പരിഗണിച്ചാലും ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട അധാർമിക തത്വങ്ങൾ അനാവശ്യങ്ങളായ ധർമ്മങ്ങളുടെ മാതാവല്ലാതെ മറ്റൊന്നുമല്ല. അതിനാൽ ദയവായി ഈ അനുകരണങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കുക. ശ്ലോകം 39. മൈത്രേയവാച ഇത്തം സലോക ഗുരുണ സമാദിഷ്ടോ വിശാംപതി തഥാ ച കൃത്വാ വാത്സല്യം മഹോനാഭിചസന്തതേ. വിവർത്തനം. മഹാമുനി മൈത്രേയൻ തുടർന്നു. പരമഗുരുവായ ബ്രഹ്മദേവനാൽ അപ്രകാരം ഉപദേശിപ്പിക്കപ്പെട്ടപ്പോൾ യജ്ഞം പൂർത്തീകരിക്കാനുള്ള ആകാംക്ഷ ഉപേക്ഷിക്കുകയും ദേവേന്ദ്രനുമായി വളരെ സ്നേഹത്തിലും സമാധാനത്തിലും വർത്തിക്കുകയും ചെയ്തു. ശ്ലോകം 40. വൃഥാവൃതസ്നാനായ പൃഥവേ ഭൂരി കർമ്മണേ വരാദുസ്തേ വരദേ വരദായ തത്പർഹിതർപ്പിതാം. വിവർത്തനം. ഇതിനുശേഷം പൃഥുമഹാരാജാവ് യജ്ഞാനന്തരമുള്ള പതിവ് സ്നാനം നടത്തി അദ്ദേഹത്തിന്റെ മഹനീയ കർമ്മങ്ങളിൽ സംതൃപ്തരായി തീർന്നിരുന്ന ദേവന്മാരിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഗിരിജ മാതാജി. ഹരേ കൃഷ്ണ. പ്രഥമ രാജാവ് 99 അശ്വമേധ യാഗങ്ങൾ നടത്തി. 100ാമത്തെ അശ്വമേധ യാഗം നടത്തുന്ന സമയത്ത് ദേവേന്ദ്രൻ ഒരു സന്യാസിയുടെ രൂപത്തിൽ വന്ന്, ഒരു കപട സന്യാസിയുടെ രൂപത്തിൽ വന്ന് യാഗാശത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ യാഗാശത്തെ പൃഥു മഹാരാജാവിന്റെ പുത്രൻ 2 തവണ തിരിച്ചു കൊണ്ടുവന്നു. ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ ഇങ്ങനെയുള്ള ഒരു അധാർമിക പ്രവൃത്തി ചെയ്തു എന്ന് അറിഞ്ഞ സമയത്ത് പൃഥു മഹാരാജാവിന് വലിയ കോപമുണ്ടായി. അദ്ദേഹം ദേവേന്ദ്രനോട് യുദ്ധത്തിനൊരുങ്ങി തന്റെ ആയുധമെടുത്തു. ആ സമയത്ത് അവിടുത്തെ പുരോഹിതന്മാർ, യജ്ഞം നടത്തുന്ന പുരോഹിതന്മാർ പറഞ്ഞു, ഇപ്പോൾ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങ് ഒരു യുദ്ധത്തിന് പോകരുത്. ഞങ്ങൾ ദേവേന്ദ്രനെ ഞങ്ങളുടെ മന്ത്രശക്തി കൊണ്ട് ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദേവേന്ദ്രനെ പിടിച്ചു കൊണ്ടുവരുന്നതിനുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവരെ തടയുന്നതിന് വേണ്ടി ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനായി. ബ്രഹ്മാവ് പൃഥു മഹാരാജാവിനോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നീ യജ്ഞം ചെയ്യുന്നത്. ഭഗവാൻ വിഷ്ണു നിന്റെ 99 യജ്ഞങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ടും തൃപ്തനാണ്. നീ 100ാമത്തെ യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല ദേവേന്ദ്രനെ നിനക്ക് വധിക്കാൻ സാധിക്കുകയില്ല. പുരോഹിതന്മാരോട് ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് ദേവേന്ദ്രനെ വധിക്കാൻ സാധിക്കുകയില്ല. ദേവേന്ദ്രനും ഒരു സാധാരണ വ്യക്തിയല്ല. അതുകൊണ്ട് ദേവേന്ദ്രനെ അസ്വസ്ഥനാക്കിയാൽ അവൻ കൂടുതൽ നിങ്ങളെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ 99 യജ്ഞങ്ങൾ കൊണ്ട് തൃപ്തനായതുകൊണ്ട് നിങ്ങൾ ഈ യജ്ഞം അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പൃഥു മഹാരാജാവിനോട് ബ്രഹ്മാവ് അപേക്ഷിച്ചു. എന്നാൽ ദേവേന്ദ്രൻ ചെയ്ത കാര്യം തെറ്റ് തന്നെയാണ്, അത് അധാർമികമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. മാത്രമല്ല ഇനി ഭാവിയിൽ ജനങ്ങൾ ദേവേന്ദ്രന്റെ പ്രവൃത്തി അനുകരിക്കാനും സാധ്യതയുണ്ട്. അധാർമിക പ്രവർത്തനങ്ങൾ ജനങ്ങൾ പെട്ടെന്ന് അനുകരിക്കും. സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ അത് പെട്ടെന്ന് അനുകരിക്കും. ഭഗവത്ഗീതയിൽ പറയുന്നു, യദ്യത് ആചരതി ശ്രേഷ്ഠ തത്വദേവേതരോചന. ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ, സമൂഹത്തിൽ മാനിക്കപ്പെടുന്ന വ്യക്തികൾ എന്താണോ ചെയ്യുന്നത് അത് സാധാരണ ജനങ്ങൾ അനുകരിക്കും. അപ്പോൾ ദേവേന്ദ്രനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഭാവിയിൽ യജ്ഞത്തിന്റെ പേരിൽ ജനങ്ങൾ പലതും ചെയ്യും. യജ്ഞത്തിന് വിലവെക്കാതെ ദേവേന്ദ്രൻ ആ ആകാശത്തെ ഒരു സന്യാസിയുടെ വേഷം, ഒരു രാജസന്യാസിയുടെ വേഷം ധരിച്ചുകൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ യജ്ഞത്തിന്, ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിക്കുന്ന യജ്ഞത്തിന് യാതൊരു വിലയും കൽപ്പിച്ചില്ല. അതിനെ മുടക്കാൻ വേണ്ടി അദ്ദേഹം ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നു.
അപ്പൊ സന്യാസ വേഷത്തിനും അദ്ദേഹം അത്ര പ്രാധാന്യം കൽപ്പിച്ചില്ല. സന്യാസ വേഷത്തിലിരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊക്കെ അദ്ദേഹം ചെയ്തു, അധാർമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് ഭാവിയിൽ ജനങ്ങൾ അനുകരിക്കാൻ സാധ്യതയുണ്ട് എന്നിവിടെ ബ്രഹ്മാവ് പറയുന്നത്. 36-ാമത്തെ ശ്ലോകം ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് യജ്ഞത്തിന്റെ പേരിൽ സന്യാസ വേഷം ധരിച്ചുകൊണ്ട് പല ആളുകളും അധാർമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം. ചില ആളുകൾ വിധിപ്രകാരമല്ലാതെയുള്ള യജ്ഞങ്ങൾ നടത്തും. ഏതാണോ ഓരോ യുഗത്തിനും യോജിച്ച യജ്ഞം, ആ യജ്ഞമാണ് ചെയ്യേണ്ടത്. കലിയുഗത്തിലേക്ക് യോജിച്ച യജ്ഞം ജപയജ്ഞമാണ്, അല്ലെങ്കിൽ നാമസങ്കീർത്തനമാണ്. മറ്റു യജ്ഞങ്ങൾ കലിയുഗത്തിൽ പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കില്ല. എന്നാലും പണത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടിയോ മറ്റു യജ്ഞങ്ങളൊക്കെ കലിയുഗത്തിലും ആളുകൾ നടത്താറുണ്ട്. ചില ആളുകൾ സ്വന്തമായിട്ട് എന്തെങ്കിലും യജ്ഞം ഉണ്ടാക്കി നടത്തും. വേദങ്ങളിൽ വിധിക്കാത്ത യജ്ഞങ്ങളൊക്കെ കലിയുഗത്തിൽ ആളുകൾ നടത്തുന്നുണ്ട്. ചില ആളുകൾ യജ്ഞത്തിന്റെ പേരിൽ മൃഗങ്ങളെ വധിക്കുകയും അതിന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യും. മാംസഭക്ഷണത്തിന് വേണ്ടി ചില ആളുകൾ യജ്ഞം നടത്തും. ഇതെല്ലാം അധാർമികമായിട്ടുള്ള കാര്യങ്ങളാണ്, യജ്ഞത്തിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ശീലപ്രഭാതർ പറയുന്നുണ്ട്, യജ്ഞത്തിന്റെ പേരിൽ ആളുകൾ മത്സ്യമാംസങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഭഗവാൻ സ്വീകരിക്കുന്നില്ല. ചില ആളുകൾ കാളിദേവിക്ക് മത്സ്യമാംസങ്ങൾ സമർപ്പിക്കാറുണ്ട്. കാളിദേവിയും മത്സ്യമാംസങ്ങൾ ഒരിക്കലും സ്വീകരിക്കുന്നില്ല. കാരണം ദുർഗാദേവിയും മഹാദേവനും ഭഗവാന്റെ ഉന്നതരായിട്ടുള്ള ഭക്തന്മാരാണ്. അവർ വൈഷ്ണവന്മാർ. അവരൊരിക്കലും മത്സ്യമാംസങ്ങൾ സ്വീകരിക്കുന്നില്ല. ദുർഗാദേവിയുടെ കൂടെയുള്ള ഭൂതപ്രേത പിശാചുക്കളാണ് ഈ മത്സ്യമാംസങ്ങളൊക്കെ സ്വീകരിക്കുന്നത്. ആരെങ്കിലും കാളിദേവിക്ക് മത്സ്യമാംസങ്ങൾ സമർപ്പിച്ച് അതിന് കാളിദേവിയുടെ പ്രസാദമാണെന്ന് വിചാരിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഭൂതപ്രേത പിശാചുക്കളുടെ പ്രസാദമാണ് എന്ന് ശീലപ്രഭാതർ വിശദീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെ യജ്ഞമൊക്കെ താറുമാറാകാൻ സാധ്യതയുണ്ട് ഇന്ദ്രന്റെ ഒരു പ്രവൃത്തി കൊണ്ട് എന്ന് ബ്രഹ്മാവ് നേരത്തെ തന്നെ പ്രവചിക്കുക. പിന്നീട് 37-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവ് പൃഥുമഹാരാജാവിന്റെ അവതാര ലക്ഷ്യത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. പൃഥുമഹാരാജാവ് ഒരു മാതൃകാപരമായിട്ടുള്ള രാജാവ്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി രാജ്യം ഭരിക്കുന്ന ഒരു മാതൃകാ രാജാവ് എന്നുള്ള രീതിയിലാണ് ഭഗവാന്റെ അവതാരം, പൃഥുമഹാരാജാവിന്റെ അവതാരം. അതുകൊണ്ട് അങ്ങയുടെ ശ്രദ്ധ കൂടുതൽ ആ കാര്യം ജനങ്ങളുടെ ക്ഷേമത്തിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ഇന്ദ്രനുമായിട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അത് ലോകത്തിന് മുഴുവൻ വലിയൊരു നാശമായിരിക്കും. കാരണം പ്രപഞ്ചത്തിലെ വലിയ 2 ശക്തികളാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. അതൊരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധമായിട്ട് മാറും. അതിനൊരിക്കലും ഒരു തീരുമാനം ഉണ്ടാവുകയില്ല. ലോകം മുഴുവൻ അതിനിടയ്ക്ക് നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിന് അങ്ങ് മുതിരരുത്. അതുകൊണ്ട് അങ്ങയുടെ അവതാര ഉദ്ദേശമായിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളിലേക്കാണ് അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അങ്ങ് ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ് എന്ന് ബ്രഹ്മാവ് പൃഥുമഹാരാജാവിനെ ഓർമ്മിപ്പിച്ചു. ശീലപ്രഭാതർ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. പൃഥുമഹാരാജാവ് ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു ശക്ത്യാവേശ അവതാരമാണ്. പൃഥുമഹാരാജാവ് നേരിട്ട് വിഷ്ണുവല്ല, വിഷ്ണുവിനാൽ പ്രത്യേകം ശക്തി നൽകപ്പെട്ടിട്ടുള്ള ശക്ത്യാവേശ അവതാരമാണ്. അതൊരു ജീവാത്മാവ് തന്നെയാണ്. ചില സമയത്ത് ജീവാത്മാവിന് ഭഗവാന്റെ പ്രത്യേകം നിർദ്ദേശം കൊണ്ട് ഒരു അവതാരമായിട്ട് വരാം. അങ്ങനെയുള്ള ഒരു ശക്ത്യാവേശ അവതാരമാണ് പൃഥുമഹാരാജാവ് എന്ന് വിശദീകരിക്കുന്നത്. അതിനുശേഷം ബ്രഹ്മാവ് വീണ്ടും ഓർമ്മിപ്പിച്ചു, അങ്ങ് വീണ്ടും ഇന്ദ്രനെ ചൊടിപ്പിക്കുന്ന തരത്തിൽ യജ്ഞം തുടർന്നു കഴിഞ്ഞാൽ ഇന്ദ്രൻ വീണ്ടും അധാർമിക പ്രവർത്തനങ്ങൾ തുടരും. അതിന്റെ ആവശ്യമില്ല. അങ്ങ് യജ്ഞം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങ് യജ്ഞം അവസാനിപ്പിച്ച് കൂടുതൽ രാജ്യഭരണത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. 99 യജ്ഞം കൊണ്ട് ഭഗവാൻ തൃപ്തനാണ്. വീണ്ടും യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ ലോകഗുരുവായിട്ടുള്ള ബ്രഹ്മാവിൽ നിന്നും ഉപദേശം നേരിട്ട് പൃഥുമഹാരാജാവിന് ലഭിച്ചു. 39-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ലോകഗുരു എന്നാണ്
ബ്രഹ്മാവിനെ കുറിച്ച് പറയുന്നത് 39 ശ്ലോകത്തിൽ മൈത്രേയ മഹർഷി ഇത്തം സ ലോകഗുരുണ സമാധിഷ്ടോ വിശാമതി. മഹാരാജാവിന് ലോകഗുരുവായിട്ടുള്ള ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് ഉപദേശം ലഭിച്ചു. എന്താണ് ചെയ്യേണ്ടത് എന്നതിനുള്ള മാർഗനിർദ്ദേശം ലഭിച്ചു. അപ്പോൾ ബ്രഹ്മാവിനെ ലോകഗുരുവായിട്ടാണ് പറയുന്നത്. കാരണം ആദ്യമായിട്ട് ഭഗവാനിൽ നിന്ന് ജ്ഞാനം ലഭിച്ചിട്ടുള്ളത് ബ്രഹ്മാവിനാണ്. അങ്ങനെ ബ്രഹ്മാവ് നേരിട്ട് ഇടപെട്ട് പൃഥു മഹാരാജാവിനും ഇന്ദ്രനും ഇടയ്ക്കുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. ബ്രഹ്മാവിന്റെ നിർദ്ദേശം അതേപടി പൃഥു മഹാരാജാവ് സ്വീകരിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ തെറ്റ് പൃഥു മഹാരാജാവിന്റെ ഭാഗത്തല്ല. പൃഥു മഹാരാജാവിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും ധാർമ്മികമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. തെറ്റ് ചെയ്തിട്ടുള്ളത് ദേവേന്ദ്രനാണ്. പക്ഷെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എന്താണോ നമ്മൾക്ക് നിയതമായിട്ട് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബ്രഹ്മാവ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഊർജം അനാവശ്യമായിട്ട് ചെലവഴിക്കപ്പെടും. ഇന്ദ്രനെ നല്ല രീതിയിലേക്ക് നടത്താൻ വേണ്ടി പൃഥു മഹാരാജാവ് പോകേണ്ട ആവശ്യമില്ല. പൃഥു മഹാരാജാവ് ജനങ്ങളുടെ ക്ഷേമത്തിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ബ്രഹ്മാവ് നിർദ്ദേശിച്ച സമയത്ത് പൃഥു മഹാരാജാവ് അതേപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. പൃഥു മഹാരാജാവ് യാതൊരു തർക്കത്തിനും നിന്നില്ല. ദേവേന്ദ്രനല്ലേ തെറ്റ് ചെയ്തത്, ഞാൻ എന്തിനാണ് യാഗം മുടക്കുന്നത്, ഞാൻ 100 യാഗം നടത്താൻ തീരുമാനിച്ചതാണ്, 100 യാഗം ഞാൻ എന്തായാലും നടത്തും എന്നൊന്ന് പറഞ്ഞ് പൃഥു മഹാരാജാവ് ഒരിക്കലും വാശി പിടിച്ചില്ല. എന്താണോ ബ്രഹ്മാവ് പറഞ്ഞിട്ടുള്ളത് അത് അതേപടി പൃഥു മഹാരാജാവ് സ്വീകരിച്ചു എന്നുള്ളതാണ്. അതാണ് പൃഥു മഹാരാജാവിന്റെ മഹത്വം. അങ്ങനെ സ്വീകരിക്കുന്നതിലൂടെ പൃഥു മഹാരാജാവിന്റെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, പൃഥു മഹാരാജാവ് ഒരിക്കലും തോറ്റുപോകുന്നില്ല. പൃഥു മഹാരാജാവിന്റെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദേവേന്ദ്രനുമായിട്ട് സഹവർത്തിത്വത്തിൽ വർദ്ധിക്കാൻ പൃഥു മഹാരാജാവ് തീരുമാനിച്ചു. അതിനുശേഷം അദ്ദേഹം യജ്ഞം പൂർത്തീകരിച്ചു. യജ്ഞം 99 യജ്ഞത്തിൽ നിർത്തി. 100ാമതൊരു യജ്ഞം നടത്താൻ മുതിർന്നില്ല. യജ്ഞങ്ങൾ അവസാനിപ്പിച്ചു. യജ്ഞം അവസാനിപ്പിച്ചതിന് ശേഷമുള്ള അവഭൃത സ്നാനം എന്ന് പറയുന്ന അവഭൃത സ്നാനം ചെയ്തു. ആ സ്നാനത്തിന് ശേഷം ദേവന്മാരെല്ലാവരും പൃഥു മഹാരാജാവിനെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ 99 യജ്ഞങ്ങളും പൃഥു മഹാരാജാവ് ചെയ്തിട്ടുള്ളത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാൻ വിഷ്ണുവിനെ യജ്ഞപുരുഷനാക്കിയാണ്. യഥാർത്ഥത്തിൽ ഭഗവാൻ വിഷ്ണു തന്നെയാണ് യജ്ഞപുരുഷൻ. ആ യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പൃഥു മഹാരാജാവ് 99 യജ്ഞങ്ങളും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ദേവന്മാരെല്ലാവരും പൃഥു മഹാരാജാവിനെ അനുഗ്രഹിക്കുന്നതായിട്ട് പറയുന്നു. അതിന്റെ കാരണം ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. ഭഗവാനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരും സ്വാഭാവികമായിട്ടും ആ യജ്ഞം ചെയ്യുന്ന വ്യക്തിയിൽ സംതൃപ്തനാണ്. അങ്ങനെ ആ വ്യക്തിയെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഇക്കാര്യം. ഇഷ്ടാൻ ഭോഗാൻ വിഭോ ദേവാൻ ദാസ്യന്തേ യജ്ഞഭാവിത. ഭഗവാനെ യജ്ഞം കൊണ്ട് ആരാണോ തൃപ്തിപ്പെടുത്തുന്നത് അവരോട് അവരുടെ ദാസന്മാരായിട്ട് ദേവന്മാർ പ്രവർത്തിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നൽകും, അവരെ അനുഗ്രഹിക്കും, അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകും എന്ന് പറയും. ഓരോ ദേവന്മാർക്കും പ്രത്യേകിച്ച് യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ ദേവന്മാരും സ്വാഭാവികമായിട്ടും തൃപ്തരായി അവർ ആ വ്യക്തിയെ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ ദേവന്മാരെല്ലാവരും പൃഥു മഹാരാജാവിനെ അനുഗ്രഹിച്ചു കൊടുത്തു. അതിനുശേഷം പൃഥു മഹാരാജാവ് എന്താണ് ചെയ്തതെന്ന് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മൾക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സ്വപ്നമാതാജി ജപിച്ചു. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.